എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബ്രൈറ്റ്. ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം. സ്മാർട്ടായ മലയാളിക്ക് ഡബിൾ സ്മാർട്ടായ പ്ലാറ്റ്ഫോം എന്ന ടാഗ് ലൈനോടുകൂടി ആരംഭിച്ച കെ സ്മാർട്ട് പൂർണ്ണതോതിൽ സ്മാർട്ടാകാൻ ഒരു കൊല്ലം നമുക്ക് കാത്തിരിക്കേണ്ടി വന്നു. എന്തൊക്കെയായാലും ഇപ്പോൾ പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമായിരിക്കുകയാണ് കെ സ്മാർട്ട്. ഇനി മുതൽ ഗ്രാമപഞ്ചായത്തിലേക്കുള്ള ഓൺലൈൻ പ്രോസസ്സുകളും കെ സ്മാർട്ട് വഴി ചെയ്യുവാൻ സാധിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇതോടുകൂടി മുനിസിപ്പാലിറ്റിയിലേക്കും കോർപ്പറേഷനിലേക്കും മാത്രം ഇതുവരെ അപേക്ഷിച്ചു കൊണ്ടിരുന്ന സ്ഥാനത്ത് ഇനി മുതൽ ഗ്രാമപഞ്ചായത്തിലേക്കുള്ള ഓൺലൈൻ അപേക്ഷകളും നമുക്ക് കെ സ്മാർട്ട് വഴി അപേക്ഷിക്കുവാൻ സാധിക്കും. എന്തൊക്കെ സർവീസുകളാണ് കെ സ്മാർട്ട് വഴി ലഭിക്കുന്നതെന്നും എങ്ങനെയാണ് ഓൺലൈനായി ചെയ്യേണ്ടതെന്നും ഇനി നമുക്ക് നോക്കാം. ഇവിടെ കെ സ്മാർട്ടുമായി ബന്ധപ്പെട്ട ഏതാണ്ട് ഒട്ടുമിക്ക വീഡിയോകളും ഇതിനോടകം ചാനലിൽ ലഭ്യമാണ്. മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും ഉള്ളവർക്കായിരുന്നു ഇതുവരെ ചെയ്യുവാൻ സാധിക്കുമായിരുന്നത്. ഇനി മുതൽ ഗ്രാമപഞ്ചായത്തിലുള്ളവർക്കും ഇതേ പ്രോസസ്സ് തന്നെ ചെയ്താൽ മതി. പ്രോസസ്സിൽ യാതൊരു മാറ്റവുമില്ല. അവിടെ മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്ന സ്ഥാനത്ത് ഗ്രാമപഞ്ചായത്ത് സെലക്ട് ചെയ്തു തുടങ്ങിയാൽ മാത്രം മതി. ഈ വീഡിയോകളെല്ലാം കെ സ്മാർട്ട് എന്ന പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. ഇതിൻ്റെയൊക്കെ ലിങ്കുകൾ മുകളിൽ ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും എൻഡ് സ്ക്രീനിലുമായിട്ടൊക്കെ കൊടുത്തിരിക്കുകയും ചെയ്യാം. ബർത്ത് സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട എല്ലാ സർവീസുകളും കെ സ്മാർട്ടിൽ ലഭിക്കും. ബർത്ത് സർട്ടിഫിക്കറ്റ് രജിസ്ട്രേഷൻ, സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ്, തെറ്റുകൾ തിരുത്തൽ തുടങ്ങിയവയെല്ലാം നമുക്ക് കെ സ്മാർട്ട് വഴി ഇനി ചെയ്യുവാൻ സാധിക്കും. ഇവിടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്നത് എങ്ങനെയെന്ന് പെട്ടെന്ന് നോക്കാം. ഇവിടെ ജില്ലയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനം, ഇവിടെ ഞാൻ ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുത്ത് കൊടുക്കുകയാണ്. തൊട്ട് വലത് സൈഡിൽ നമ്മൾ തിരഞ്ഞെടുത്ത ജില്ലയിലുള്ള മുഴുവൻ ഗ്രാമപഞ്ചായത്തുകളുടെയും ലിസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഇതിൽ നിന്നും ആവശ്യമുള്ള ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുത്തതിന് ശേഷം ഡേറ്റ് ഓഫ് ബർത്തും മറ്റ് ഡീറ്റെയിൽസും കൊടുത്ത് മദറിൻ്റെ പേരിൻ്റെ അകത്തെ 3 അക്ഷരങ്ങളോ മിനിമം കൊടുത്ത് നമുക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയിലേക്കും കോർപ്പറേഷനിലേക്കുമുള്ള ബർത്ത് സർട്ടിഫിക്കറ്റുകൾ ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇതിൻ്റെയൊക്കെ വീഡിയോകൾ നേരത്തെ ചെയ്തിട്ടുള്ളതുമാണ്. ലിങ്ക് കൊടുത്തിരിക്കാം. ഇതുപോലെ തന്നെ ഡെത്ത് സർട്ടിഫിക്കറ്റും മാരേജ് സർട്ടിഫിക്കറ്റും നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും ഗ്രാമപഞ്ചായത്തിലും പരിധിയിലും നടന്ന മാരേജ് സർട്ടിഫിക്കറ്റുകളും ഇപ്പോൾ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. മാരേജ് രജിസ്ട്രേഷൻ ഗ്രാമപഞ്ചായത്തിലുള്ളത് നേരത്തെ ILGMS സിറ്റിസൺ പോർട്ടൽ വഴിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. വീഡിയോയും ചാനലിൽ ലഭ്യമായിരുന്നു. പക്ഷേ ഇനി മുതൽ നമുക്ക് ഗ്രാമപഞ്ചായത്തിലുള്ളവർക്ക് കൂടി കെ സ്മാർട്ട് വഴിയാണ് മാരേജ് രജിസ്റ്റർ ചെയ്യേണ്ടുന്നത്. വധുവും വരനും ഓഫീസുകളിൽ പോകാതെ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ പോകാതെ ലോകത്തെവിടെയിരുന്നും വീഡിയോ KYCയുടെ സഹായത്തോടു കൂടി മാരേജ് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. ഇതെങ്ങനെ ചെയ്യാമെന്നതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് അടങ്ങിയ വീഡിയോ ഇതിനോടകം ചാനലിൽ ലഭ്യമാണ്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ലിങ്ക് കൊടുത്തിരിക്കാം. മാരേജ് രജിസ്ട്രേഷൻ ഉൾപ്പെടെ ഇതുവരെ മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും ചെയ്തുകൊണ്ടിരുന്ന അതേ പ്രോസസ്സ് തന്നെയാണ് ഇനിയും ചെയ്യേണ്ടുന്നത്. അവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം തിരഞ്ഞെടുക്കുമ്പോൾ മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നിവയുടെ കൂടെ ഗ്രാമപഞ്ചായത്തും കൂടി വരും. അവിടെ നമുക്ക് ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുത്ത് ഗ്രാമപഞ്ചായത്തിലുള്ളവർക്ക് ചെയ്യാം എന്നുള്ള പ്രത്യേകതയാണുള്ളത്. ഇതുപോലെ തന്നെ ജനന മരണ രജിസ്ട്രേഷനുകളും ചെയ്യാവുന്നതാണ്. ജനന സർട്ടിഫിക്കറ്റിലെ തെറ്റുകൾ തിരുത്തുക എന്നുള്ളത് എല്ലാവർക്കും ആവശ്യമുള്ള ഒരു പ്രോസസ്സ് തന്നെയാണ്. അതും ഇനി മുതൽ ഗ്രാമപഞ്ചായത്തിലുള്ളവർക്കും കൂടി കെ സ്മാർട്ട് വഴിയാണ് ചെയ്യേണ്ടുന്നത്. ഇതിൻ്റെയും വീഡിയോ ചാനലിൽ ലഭ്യമാണ്. ബർത്ത് സർട്ടിഫിക്കറ്റിലെ തെറ്റുകൾ തിരുത്തുന്നതുമായി ബന്ധപ്പെട്ട് 2 വീഡിയോകൾ ചാനലിൽ ലഭ്യമാണ്. ലിങ്ക് കൊടുത്തിരിക്കാം. അതുപോലെ തന്നെ വീട്ടുകരം, കെട്ടിട നികുതി എന്ന ബിൽഡിംഗ് ടാക്സ് എന്നൊക്കെ അറിയപ്പെടുന്ന പ്രോപ്പർട്ടി ടാക്സും ഇനി മുതൽ ഗ്രാമപഞ്ചായത്തിലുള്ളവർക്ക് കൂടി കെ സ്മാർട്ട് വഴിയാണ് അടയ്ക്കേണ്ടുന്നത്. ഇതുവരെ മുനിസിപ്പാലിറ്റി, കോർപ്പറേഷനിലുള്ളവർക്കാണ് അടയ്ക്കാൻ സാധിക്കുമായിരുന്നത്. ഇനി മുതൽ ഗ്രാമപഞ്ചായത്തിലുള്ളവരുടെയും പ്രോപ്പർട്ടി ടാക്സ് കെ സ്മാർട്ട് വഴി അടയ്ക്കാം. ഇതിൻ്റെയും വീഡിയോ ചാനലിൽ ലഭ്യമാണ്. ഓൺലൈൻ പ്രോസസ്സ് അടങ്ങിയ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ബിൽഡിംഗ് ലിങ്ക് ചെയ്ത് ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ്, ബിൽഡിംഗ് സർട്ടിഫിക്കറ്റ്, റെസിഡൻസ് സർട്ടിഫിക്കറ്റ് തുടങ്ങിയവയൊക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കാനും ഒക്കെ സാധിക്കുന്നതാണ്. ഇതിൻ്റെയും വീഡിയോ ചാനലിൽ ലഭ്യമാണ്. അതിൻ്റെയും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇവയെല്ലാം കെ സ്മാർട്ട് എന്ന പ്ലേലിസ്റ്റിൽ ക്രമീകരിച്ചിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റ് വഴിയും നിങ്ങൾക്ക് ഈ വീഡിയോകളൊക്കെ കാണാവുന്നതാണ്. മറ്റൊന്ന് വ്യാപാര ലൈസൻസുകളാണ്. ട്രേഡ് ലൈസൻസ് എന്നാണ് ഇതറിയപ്പെടുന്നത്. പുതിയ കച്ചവട സ്ഥാപനങ്ങൾ, സംരംഭങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടി രജിസ്റ്റർ ചെയ്യുന്നതും അതേപോലെ നിലവിലുള്ള വ്യാപാര സ്ഥാപനങ്ങൾ, സംരംഭങ്ങൾ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ട്രേഡ് ലൈസൻസ് റിന്യൂവൽ പുതുക്കുന്നതിനും ഉള്ള പ്രോസസ്സുകളും ഇനി മുതൽ ഗ്രാമപഞ്ചായത്തിൽ ഉള്ളവർക്ക് കൂടി കെ സ്മാർട്ട് വഴിയാണ് ചെയ്യേണ്ടുന്നത്. ഇതിൻ്റെ 2ൻ്റെയും ട്രേഡ് ലൈസൻസ് പുതിയതിന് അപേക്ഷിക്കുന്നതും ട്രേഡ് ലൈസൻസ് റിന്യൂ ചെയ്യുന്നതിൻ്റെയും വീഡിയോകൾ ചാനലിൽ ലഭ്യമാണ്. ഇതിൻ്റെയും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. കൂടാതെ കെ സ്മാർട്ട് എന്ന പ്ലേലിസ്റ്റിലും ഈ വീഡിയോകളും ലഭിക്കും. കൂടാതെ പെർമിറ്റ് സംബന്ധമായ ഓൺലൈൻ സർവീസുകൾ, നോ യുവർ ലാൻഡ്, കെ മാപ്പ്, കെ സ്മാർട്ട് ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ തുടങ്ങിയ ഓൺലൈൻ സേവനങ്ങളൊക്കെ ഇനി മുതൽ ഗ്രാമപഞ്ചായത്തിൽ ലഭിക്കും. ഇവയൊക്കെ
ഇതുവരെ മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലുമാണ് ലഭിച്ചുകൊണ്ടിരുന്നത്. ഇനി മുതൽ ഈ സർവീസുകളൊക്കെ മുനിസിപ്പാലിറ്റിക്കും കോർപ്പറേഷനും ഒപ്പം ഗ്രാമപഞ്ചായത്തിലും ലഭിക്കുന്നതാണ്. ഈ പറഞ്ഞ സർവീസുകളുടെയൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സുകൾ അടങ്ങിയ വീഡിയോകൾ ചാനലിൽ ലഭ്യമാണ്. ഗ്രാമപഞ്ചായത്തിൽ ചെയ്യേണ്ടുന്നവർ ഗ്രാമപഞ്ചായത്ത് കൂടി തിരഞ്ഞെടുത്ത് ചെയ്താൽ മാത്രം മതിയാകും. പ്രോസസ്സിൽ യാതൊരു വ്യത്യാസവുമില്ല. ഇതിൻ്റെയൊക്കെ വീഡിയോകളിൽ അത് വ്യക്തമാക്കുന്നുമുണ്ട്. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.